ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് എല്ലാവരും കൂടി ശ്യാമയെ സ്റ്റേജിലേക്ക് വിളിപ്പിക്കുന്നതാണ്. അങ്ങനെ ശ്യാമ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവതാരകൻ പറയുകയാണ്, എങ്കിൽ ശ്യാമ പാടട്ടെ. അങ്ങനെ ശ്യാമ അഖിലിനെ നോക്കി മൈക്ക് കയ്യിൽ വാങ്ങി പരിസരം മറന്ന് പാട്ട് പാടുകയാണ്. ശ്യാമയുടെ സംഗീതത്തിൽ എല്ലാവരും ലയിച്ചിരിക്കുകയാണ്. വസുന്ധരയും അത്ഭുതത്തോടെ ശ്യാമയെ നോക്കുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് വിസ്മയ. അങ്ങനെ ശ്യാമ പാട്ട് പാടി കഴിയുമ്പോൾ അവതാരകൻ പറയുകയാണ്, പാട്ട് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവിടെ നിന്നൊരു സ്ത്രീ പറയുകയാണ്, സത്യം പറഞ്ഞ വിസ്മയ പാടിയതിനേക്കാൾ ഒരു പടി മേലെ തന്നെയാ ശ്യാമ പാടിയത്. വിസ്മയേക്കാൾ ഗംഭീരമായിട്ടുണ്ടായിരുന്നു പാട്ട്. അതേസമയം കണ്ണൻ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, നന്നായി പാടിയത് വിസ്മയല്ലല്ലോ ശ്യാമയല്ലേ, അപ്പോൾ ശ്യാമയ്ക്ക് വേണ്ടി അവാർഡ് കൊടുക്കാൻ. അങ്ങനെ കണ്ണൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെയുള്ള കാണികളും പറയുകയാണ്, അതെ, ശ്യാമയ്ക്ക് വേണം അവാർഡ് കൊടുക്കാൻ. അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ വിസ്മയ്ക്ക് അവാർഡ് കൊടുക്കണമെന്നും പറയുന്നു. തുടർന്ന് അവതാരകൻ അവിടെയുള്ള മെമ്പർമാരെയെല്ലാം മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ഞാനും ഓഡിയൻസിന്റെ പക്ഷത്ത് തന്നെയാ. വിസ്മയേക്കാൾ നന്നായി ശ്യാമയാ പാടിയത്, അപ്പോൾ ശ്യാമയ്ക്ക് തന്നെ അവാർഡ് കൊടുക്കണമെന്ന് അയാൾ പറയുമ്പോൾ പ്രസിഡന്റ് ചോദിക്കുകയാണ്, അതെങ്ങനെ ശരിയാകും? ഇതൊരു ട്രസ്റ്റ് കൊടുക്കുന്ന അവാർഡല്ലേ, പെട്ടെന്ന് ആളെ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാകും. അതേസമയം ഇത് കേൾക്കുന്ന കണ്ണൻ തന്റെ മയിൽപ്പീലി ആ പ്രസിഡന്റിന് നേരെ എറിയുകയാണ്. പെട്ടെന്ന് ഒരാലോചനയ്ക്ക് ശേഷം പ്രസിഡന്റ് പറയുകയാണ്, ശരിയാ, നിങ്ങളെല്ലാവരും പറയുന്നത് ശരി തന്നെയാ. ശ്യാമയ്ക്ക് തന്നെയാ അവാർഡ് കൊടുക്കേണ്ടത്. സെക്രട്ടറി തന്നെ ഇത് അനൗൺസ് ചെയ്തേക്ക്. ഇനി ഇതൊരു വിവാദമായാലോ എന്ന് അയാൾ പറയുമ്പോൾ പ്രസിഡന്റ് പറയുകയാണ്, അതിനൊരു വഴിയുണ്ട്. വിസ്മയും വസുന്ധരയും ചേർന്ന് ശ്യാമയ്ക്ക് അവാർഡ് കൊടുക്കട്ടെ. ഇപ്പൊ നമുക്ക് വിസ്മയോട് ഇത് പറയണ്ട, ന്യൂട്രലി നമുക്ക് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാമെന്നും സെക്രട്ടറി പറയുന്നു. അങ്ങനെ അവരുടെ ചർച്ചകൾ അവസാനിക്കുകയാണ്. അതേസമയം എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമയും വിസ്മയയും. തുടർന്ന് സെക്രട്ടറി എല്ലാവരോടുമായി പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ നൽകുന്ന ഈ വർഷത്തെ പ്രശസ്ത ഗായികയ്ക്കുള്ള അവാർഡ് ആർക്കാണെന്ന് ഉടൻ തന്നെ അനൗൺസ് ചെയ്യും. തുടർന്ന് വിസ്മയയും വസുന്ധരയും എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് മനോഹരമായ ഗാനം ആലപിച്ച നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച ശ്യാമയും ക്ഷണിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന അഖിലിന് സന്തോഷമാവുകയാണ്. തുടർന്ന് സന്തോഷത്തോടെ ആ അവാർഡ് എടുത്ത് വസുന്ധര വിസ്മയ്ക്ക് നൽകാനൊരുങ്ങുമ്പോൾ സെക്രട്ടറി പറയുകയാണ്, മേഡം, അവാർഡ് ദാന ചടങ്ങിൽ ചെറിയൊരു മാറ്റമുണ്ട്. പ്രശസ്ത ഗായികയ്ക്കുള്ള അവാർഡ് വസുന്ധര മേഡവും വിസ്മയും ചേർന്ന് ശ്യാമയ്ക്കാണ് നൽകേണ്ടത്. ഇത് കേൾക്കുന്ന വസുന്ധരയും വിസ്മയും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കുകയാണ്. ഇതെല്ലാം കേട്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് ശ്യാമ. ഞങ്ങളുടെ ട്രസ്റ്റിന്റെ അഭിപ്രായവും കൂടാതെ ഓഡിയൻസിന്റെ അഭിപ്രായവും അതുതന്നെയാണ് മേഡം. ഇത് കേൾക്കുന്ന ഓഡിയൻസ് എല്ലാവരും പറയുകയാണ്, അതെ, ശ്യാമയ്ക്ക് തന്നെ അവാർഡ് കൊടുക്കണം. ഇത് കേൾക്കുന്ന അഖിലും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സെക്രട്ടറി പറയുകയാണ്, വിസ്മയും കൂടി ചേർന്ന് വേണം അവാർഡ് കൊടുക്കാൻ. അങ്ങനെ വസുന്ധരയും വിസ്മയും ചേർന്ന് ശ്യാമയ്ക്ക് അവാർഡ് നൽകുകയാണ്. അങ്ങനെ ശ്യാമ സന്തോഷത്തോടെ അവാർഡ് വാങ്ങുമ്പോൾ സദസ്സിലുള്ള എല്ലാവരും നിറഞ്ഞ കയ്യടി ശ്യാമയ്ക്ക് നൽകുകയാണ്. പെട്ടെന്ന് ദേഷ്യത്തോടെ വസുന്ധര വേദി വിട്ടു പോകുന്നു. അതേസമയമാണ് അഖിൽ മയിൽപ്പീലി കാണുന്നത്. മയിൽപ്പീലി കയ്യിലെടുത്ത് പിടിച്ചിട്ട് അഖിൽ പറയുകയാണ്, അപ്പോൾ എൻ്റെ തോന്നലായിരുന്നില്ല, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലേ എന്നൊക്കെ അഖില് മനസ്സിൽ പറയുമ്പോൾ ശ്യാമയും അഖിലിൻ്റെ അടുത്തേക്ക് വരുന്നു. പിന്നീട് കാണിക്കുന്നത് തിരികെ വീട്ടിൽ പോകാൻ ഒരുങ്ങുന്ന വിസ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന അഖിലിനെയും ശ്യാമയുമാണ്. വിസ്മയ മേഡം ഇത്തിരി മുമ്പ് എന്തായിരുന്നു പറഞ്ഞത്? മിച്ചം വന്ന ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നോ? എന്തായാലും ഞങ്ങൾക്ക് പ്രായോഗിക ബുദ്ധി അല്പം കുറവാണ്, ഈശ്വര വിശ്വാസമേ അല്പം കൂടുതലുമാണ്. ഇത് കേൾക്കുന്ന ശ്യാമയും പറയുകയാണ്, ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും വിലയുണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അതാണ് ഈ ട്രോഫിയെന്ന് ശ്യാമ പറയുമ്പോൾ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് വിസ്മയ. സാക്ഷാൽ കൃഷ്ണൻ തന്നെയാ ശ്യാമയെ അനുഗ്രഹിച്ചതെന്ന് അഖിൽ പറയുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് വിസ്മയ. അങ്ങനെ വിസ്മയ പോയതിനു ശേഷം ആ മയിൽപ്പീലി ശ്യാമയ്ക്ക് നൽകിയിട്ട് അഖിൽ പറയുകയാണ്, സാക്ഷാൽ തന്റെ കണ്ണൻ തന്നെ വന്ന് അനുഗ്രഹിച്ചതാ, ഈ മയിൽപ്പീലി താൻ തന്നെ വെച്ചോ. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും തിരികെ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. വീട്ടിലെത്തി ഉടൻ തന്നെ തന്റെ കണ്ണന്റെ അടുത്തേക്ക് ചെന്ന് അവാർഡ് കിട്ടിയതിനും അനുഗ്രഹിച്ചതിനുമൊക്കെ നന്ദി പറയുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമ പാട്ടുപാടിയതും അവാർഡ് കൊടുത്തതുമെല്ലാം ആലോചിച്ച് ത്തോടെ ഇരിക്കുകയാണ് വസുന്ധര. അതേസമയം ഐശ്വര്യ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അമ്മ, അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞെത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നമ്മേ വിസ്മയുടെ പെർഫോമൻസ് ഒക്കെ? ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ ഐശ്വര്യ നോക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, എന്താ അമ്മേ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഫംഗ്ഷന് പോയതേ വലിയ മണ്ടത്തരമായി പോയെന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. അതെന്താ അമ്മേ, അമ്മ അവാർഡ് കൊടുത്തത് വിസ്മയക്കല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, അല്ല, ഞാൻ അവാർഡ് നൽകിയത് ശ്യാമയ്ക്കാണ്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന വർമ്മ സന്തോഷത്തോടെ വസുന്ധരയെ നോക്കുകയാണ്. അതെങ്ങനെയാ അമ്മേ അവൾക്ക് അവാർഡ് കിട്ടിയത് എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, ഞാൻ കരുതിയതുപോലെയല്ല, അവള് നന്നായി തന്നെ പാടും.
ഇന്ന് അവിടെ എന്താ അമ്മേ നടന്നത്? അമ്മ പറയാൻ ഐശ്വര്യ പറയുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഐശ്വര്യയോട് പറയുകയാണ് വസുന്ധര. അങ്ങനെ എല്ലാം പറഞ്ഞതിന് ശേഷം വസുന്ധര പറയുകയാണ്, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൾ തൊഴുന്ന അവളുടെ കണ്ണൻ അവളുടെ ഒപ്പം തന്നെ എപ്പോഴുമുണ്ട്. അവിടെ നടന്നതെല്ലാം ഇപ്പോഴും ഒരു മായ പോലെയാ എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് അരുന്ധതിയുടെ കാട്ടിക്കൂട്ടിയതെല്ലാം തന്നെ വെറും ഷോ മാത്രമായിരുന്നു. എന്റെ അകിമോനും ആനന്ദേട്ടനും പറഞ്ഞതാ ശരി. അവാർഡ് കിട്ടിയ ആ പാട്ടുൾപ്പെടെ വിസ്മയ്ക്ക് വേണ്ടി എല്ലാ പാട്ടും പാടിക്കൊടുത്തത് ശ്യാമ തന്നെയാ. ആ വിസ്മയ വെറും ഡമ്മി മാത്രമാണ്. അത്ര മനോഹരമായ ശബ്ദം നൽകി ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നത് ശ്യാമയെയാണ്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് വസുന്ധര പറയുകയാണ്, അന്നിവിടെ ഫംഗ്ഷന് വെച്ച് അഗിയെയും ശ്യാമയെയും ഞാൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. ഞാൻ കരുതി ഞാൻ അന്ന് ചെയ്തതിന്റെ പകരമായിട്ട് ഇന്ന് അവാർഡ് കൊണ്ടുവന്ന് അവനെ എല്ലാവരും മുമ്പിൽ വെച്ച് നാണം കെടുത്തും. കേൾക്കുന്ന വർമ്മ പറയുകയാണ്, അതാണ് അവര്. വസുവിനോടുള്ള സ്നേഹവും ബഹുമാനവും രണ്ടാൾക്കും ഇപ്പോഴുമുണ്ട്. തെറ്റ് ആർക്ക് വേണമെങ്കിലും പറ്റും. പറ്റിപ്പോയ തെറ്റ് തിരുത്തുക എന്നതാ ഇനി വസു ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് അഗിയും ശ്യാമയും തിരികെ വിളിക്കുന്നതാണ്. കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോട് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.